ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ വിശ്വസിക്കുകയാണ് ദൈവികമായ വാഗ്ദാനങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞ പല വാഗ്ദാനങ്ങളും പൂവണിയുന്ന ഒരു ദിവസമായിരിക്കും. ഒരുപക്ഷെ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ചത്, ഏതെങ്കിലും വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പ്രവചനാത്മാവിൽ നിങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനങ്ങൾ ഇന്ന് എനിക്ക് നിവൃത്തിയാകും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കൈകൾ ഉയർത്തി അതിന് വിളിച്ചു പറയാൻ തുടങ്ങി. കർത്താവേ, നീ എനിക്ക് തന്ന വാഗ്ദാനങ്ങൾ അതിൻ്റെ നിവൃത്തിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് കർത്താവേ. താങ്ക് യു ലോർഡ്. ഇന്ന് ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് കൂട്ടിക്കിൽ നിന്ന് ജോ ആൻഡ് സംഗീത എലീറ്റ് സ്പോൺസറാണ്. താങ്ക് യു ജോ ആൻഡ് സംഗീത. ഇന്ന് മാതാവ് ലൂസി കുര്യൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ലൂസി ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ വർഷങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. മാതാവ് ലൂസി കുര്യൻ്റെ കാൽ ബലപ്പെടുവാനും പിന്തുണയൊന്നുമില്ലാതെ തനിയെ നടക്കുവാനും കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പഠന പരമ്പര നടക്കുകയാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരുടെ ഇന്ന് മുതൽ തുടങ്ങുക. മറ്റുള്ളവർക്ക് അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 31 തീയതി രാത്രി പ്രത്യേകമായിട്ട് ന്യൂ ഇയർ ബ്ലെസ്സിംഗ് പ്രെയർ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശവുമായിട്ട് ബ്രദർ ഡാവിൻ കാത്തിരിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം. യോസഫിൻ്റെ കഥയാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും തൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ പലതിലൂടെയും നമ്മളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് യോസഫിന് വന്ന ഒരു അന്ത്യം പോലെ ഒരു പര്യവസാനം നമ്മുടെ ജീവിതത്തിൽ തരാൻ ദൈവം വിശ്വസ്തൻ. അതാണ് ഈ പഠനത്തിൻ്റെ ആകത്തുക. ജീവിതത്തിൽ നമ്മളെല്ലാവരും വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവരാണ്. പുരുഷ ബാല്യകാലത്ത് ചില വീടുകളിൽ, സമ്പന്നതയുള്ള വീടുകളിൽ ജനിച്ചു വളർന്നവരുണ്ട്. ചില വലിയ ദാരിദ്ര്യത്തിലാണ് ജനിച്ചു വളരുന്നത്. ചിലർ ചിലപ്പോൾ വലിയ ഒരു ചേരിവുള്ള സ്ഥലത്തായിരിക്കും. സോ ഇങ്ങനെയുള്ള പലതിലൂടെയും നമ്മൾ പോയേക്കാം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ്റ്റലിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പാരൻസിന് വല്ല കാലത്തും വർഷത്തിലൊന്നോ 2 വർഷത്തിലൊന്നൊക്കെ കാണാൻ കഴിയും. വെക്കേഷൻ വരുമ്പോൾ ഹോസ്റ്റലാണ് വളരുന്നത്. ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ വാർഡൻ്റെ പീഡനം, മർദ്ദനം, ക്രൂരതകൾ, ഭക്ഷണം മര്യാദക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങളിലൂടെ പൈതൽ പ്രായത്തിൽ വളർന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ സ്വന്തം പിതാവിൻ്റെ ക്രൂരതയാകാം. പല വീടുകളിലും ക്രൂരന്മാരായ പിതാക്കന്മാരുണ്ട്. മക്കളോട് വളരെ പട്ടാളച്ചിട്ടിൽ ക്രൂരതയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അട്ടിക്കുകയും അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മയപ്പന്മാരുടെ, അങ്ങനെയൊക്കെയുള്ളവരുടെ കീഴിലായിരിക്കാം ചിലർ വളർന്നിട്ടുള്ളത്. എന്നാൽ ദൈവത്തിന് ജീവിതത്തെ പണിത് നല്ല ഒരു പര്യവസാനത്തിലെത്തിക്കാൻ കഴിയും എന്നാണ് യോസഫിൻ്റെ കഥ നമ്മളോട് പറയുന്നത്. ഈ 42-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം മുതൽ കാണുന്നത് യാക്കോബ് തൻ്റെ മക്കളെ പ്രസ് ചെയ്ത് വിടുകയാണ്. എങ്ങനെയെങ്കിലും പോയി. കാരണം കനാൻ നാട്ടിലെങ്ങും ഒന്നും മേടിക്കാൻ കിട്ടാനില്ല. പട്ടിണി മരണങ്ങളാണ്. നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന് പോയി ഭക്ഷണം മേടിക്കാൻ പറഞ്ഞു. കാശുണ്ട്, പക്ഷെ ഫൂഡില്ല. അതുപോലത്തെ ഡ്രൗട്ട്, ഒരുപക്ഷെ ഭീകരമായ വരൾച്ചയും ക്ഷാമവും ഒക്കെ ആകാം. എനിവേ, അവർ പോകുന്നു. ചെന്നവിടെ എത്തുമ്പോൾ യോസഫ് സർവ പ്രതാപത്തിലും ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ ഗവർണറാണ്. യോസഫിൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ സഹോദരങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. കാരണം തങ്ങൾ കണ്ടിട്ടുള്ള ആ കൃശഗാത്രനായ ആ യോസഫ് അല്ലെന്ന്. ആളാകെ മാറി. മാത്രമല്ല, ഈജിപ്തിലെ ഭാഷ സംസാരിക്കുന്ന അവിടുത്തെ ഒരു ഗവർണറുടെ വേഷം ധരിച്ച്
നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെ തുടങ്ങി ചില ട്വിസ്റ്റുകൾ വരികയാണ്. ഒരു സാഷ്ടാംഗം വീഴുന്നു, സ്വപ്നത്തിൻ്റെ നിറവേറൽ സ്റ്റാർട്ടായി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ആദ്യം വളരെയധികം അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ചാരന്മാരാണെന്ന് ആരോപിക്കപ്പെടും. അവരുടെ പരമാർത്ഥത തെളിയിക്കാൻ ഉള്ള കഥയൊക്കെ കൂടി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊരപ്പൻ്റെ മക്കളാണെന്നും പിന്നെ ഒരാളെ കാണാനില്ല, ഒരാൾ ചത്തുപോയി, ഒരാളുണ്ട് വീട്ടിൽ, ഇതൊക്കെ ആ കഥയൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ യോസഫ് അവസാനം പറഞ്ഞു, നിങ്ങൾ ഒരാൾ ഇവിടെ നിൽക്കുക, ഒരാളെ പിടിച്ച് കെട്ടി ബന്ധിച്ചു, ജയിലിലിട്ടു, മറ്റവരെ വിട്ടു, പോയി ഇളയ അനുജനെ കൊണ്ടുപോവാ, അപ്പോൾ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇത് എന്ന് യാക്കോബിനോട് പറയുമ്പോൾ യാക്കോബ് വളരെയധികം സംഭ്രമിക്കുന്നു, വേദനിക്കുന്നു. കാരണം യോസഫ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ശിമോൻ അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഈ ചത്തോന്നറിയില്ല. ഇനി ബെന്യാമിനെ കൂടി കൊണ്ടുപോകുന്ന പറയുന്നത്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവരാക്കും എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. മാത്രമല്ല എല്ലാം എനിക്ക് പ്രതികൂലമാണ് എന്ന് പറഞ്ഞ് താൻ വളരെയധികം എവറിത്തിങ് ഈസ് എഗെയിൻസ്റ്റ് മീ, സകലവും എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. 37. അതിന് റൂബേൻ അപ്പനോട്, എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം, ഞാൻ അവനെ നിൻ്റെ അടുക്കൽ മടക്കി കൊണ്ടുവരും. രൂബേനെ പറയും, ഏറ്റവും മൂത്തയാൾ എന്ന് വെച്ചാൽ ബെന്യാമിനെ എൻ്റെ അടുക്കൽ താ. ഇനിയും പോയി ഈ ബെന്യാമിനെ ഹാജരാക്കിയാൽ മാത്രമേ ശിമോനെ തിരിച്ചു കിട്ടൂ. ഞാൻ ഏറ്റു. ഇനി പറയുന്നത്, ഞാൻ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ 2 പുത്രന്മാരെ കൊന്നുകളക എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ 2 പിള്ളേരെ, രൂപൻ പറയും, എൻ്റെ 2 പിള്ളേരെ കൊന്നു. ഞാൻ ബെന്യാമിനെ കൊണ്ടുപോയി ബെന്യാമിനെയും ശിമോനെയും തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഉറപ്പ് നൽകുന്നു. എന്നാൽ അവൻ, എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, യോസഫ് മരിച്ചുപോയി. ഇപ്പോഴും ഓർക്കണം, ഈ 12 മക്കളും അപ്പനും വിശ്വസിക്കുന്നത് യോസഫ് മരിച്ചുപോയി എന്നാണ്. ജീവിച്ചിരിക്കുന്നയാൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നു? സർവ പ്രതാപത്തിലും ജീവിച്ചിരിക്കും. ഏറ്റവും അവസാനത്തെ അവരുടെ പിക്ചർ എന്ന് പറയുന്നത് വിറ്റുകളഞ്ഞല്ലോ. അപ്പോൾ ഒരു അടിമയായിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇസ്മായേലരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ അടിമ വേല ചെയ്ത് ഒരടിമയായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും എന്നാണ് അവരുടെ അനുമാനം. പക്ഷെ ഈജിപ്തിൽ ഒരു ഗവർണറായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയും. സ്വപ്നമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. സ്വപ്നത്തിനെതിരെയാണല്ലോ അവർ ഇത്രയൊക്കെ ചെയ്തത്. അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ ഞാൻ മരിക്കും, കൊടും ദുഃഖത്തോടെ ഞാൻ മരിച്ചു, വല്ല ഹാർട്ട് അറ്റാക്കോ വല്ല ഒക്കെ സ്ട്രോക്കൊക്കെ വന്ന് ഞാൻ മരിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും ബെഞ്ചമിനെ ഞാൻ വിട്ടു തരില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. 43-ാമത്തെ അധ്യായം. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി. 7 വർഷമല്ലേ, ചില വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ളൂ. ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ബെന്യാമിനെ വിട്ടു തരില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഭക്ഷണം മേടിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഇനി പട്ടിണി കിടന്ന് മരിക്കും. അതുകൊണ്ട് പോയി ആഹാരം കൊള്ളുവിനെന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധിപൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇളയ ബ്രദർ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ ആളില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കും. യഹൂദയാണ് പറയുന്നത്. യഹൂദയാണ് യോസഫിനെ വിറ്റ ആൾ. അപ്പോൾ യഹൂദ വിറ്റ യോസഫാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഈ സമയത്ത് വെളിപ്പെട്ടിട്ടില്ല. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം, അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ
നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റീട്രേറ്റ് ചെയ്ത് പറയുകയാണ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം പോയിട്ട് കാര്യമില്ല, ശിമോൻ അവിടെ തന്നെ കിടക്കും, അദ്ദേഹം ഞങ്ങളെ കാണുകയുമില്ല, ധാന്യം കിട്ടുകയുമില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ തളർന്ന് ഞങ്ങൾ ചാവും. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, യാക്കോബിന്റെ ചോദ്യം, നിങ്ങൾ എന്തിന് ഒരു സഹോദരനുണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞു? നിങ്ങൾ ധാന്യം മേടിക്കാൻ പോയെങ്കിൽ മേടിച്ചിട്ട് വന്നാൽ പോരെ? ഈ ചരിത്രം മുഴുവൻ എന്തിനാ അവിടെ അവതരിപ്പിക്കുന്നേ? അതിനവൻ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ? നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാമായിരുന്നു. അദ്ദേഹം ഓരോന്നിങ്ങനെ ഡിഗ് ചെയ്ത് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ ഞങ്ങൾ നിഷ്കളങ്കമായ ഉത്തരം പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു ചതി പറ്റുമെന്ന് ഞങ്ങൾക്കറിയാമോ? ആ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഈ അന്യനാട്ടിലെ ഒരു പ്രഭു ഞങ്ങളോട് പറയേണ്ട ആവശ്യമെന്താ? ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ നിരപരാധികളാണ്. ഇതൊന്നും കരുതി കൂട്ടി ചെയ്തതല്ല. പിന്നെ യഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം, എന്നാൽ ഞങ്ങൾ പോകാം. അപ്പോൾ രൂബേൻ ആദ്യം കുറേ അധികം ആർഗ്യൂ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ യഹൂദ വന്ന് ആർഗ്യൂ ചെയ്യാണ്. രൂബേൻ ആദ്യമേ പറഞ്ഞു, ഈ ശിമോനെ, ഈ ബെന്യാമിനെ കൊണ്ടുപോയി രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരാം, ശിമോനെയും കൊണ്ടുവരാം. കൊണ്ടുവരുന്നില്ലെങ്കിൽ എൻ്റെ 2 മക്കളെ കൊന്നേക്കാൻ രൂബേൻ പറഞ്ഞു. അടുത്തത് യഹൂദ സംസാരിക്കുകയാണ്. യഹൂദ പറയുന്നതിനനുസരിച്ച് ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം, എന്നാൽ ഞങ്ങൾ പോകാം. ഈ പ്രാവശ്യത്തെ ട്രിപ്പ് പോകണമെങ്കിൽ ബെന്യാമിൻ ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അങ്ങോട്ട് കയറ്റുകയില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ പോലും പറ്റില്ല. അദ്ദേഹം ഞങ്ങൾക്കൊരു ടൈം തരില്ല. ബെന്യാമിനെ വിട്ടാൽ ഞങ്ങൾ പോകാം, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. അപ്പം അടുത്ത ആള് യൂദ പറയുകയാണ്, ഐ ആം റെസ്പോൺസിബിൾ, ഐ വിൽ ബി റെസ്പോൺസിബിൾ. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിൻ്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം. അതായത് ഐ ആം ഷുവർ ഐ വിൽ ബ്രിങ് ഹിം ബാക്ക്. കൊണ്ടുവരുന്നില്ലെങ്കിൽ ഞാൻ കുറ്റവാളി, ഞാൻ ആ കുറ്റമേറ്റോളാം. ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ അപ്പൻ പെർമിഷൻ കൊടുക്കാതെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ദേശത്ത് കഠിനമായ ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവരിതുവരെ പോയിട്ടില്ല, പട്ടിണിയിലേക്ക് പോയി. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, ഇവരെല്ലാവരും വിവാഹിതരല്ലേ, അവർക്കെല്ലാം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ടെൻറ്റിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലതാമസം വന്നില്ലായിരുന്നെങ്കിൽ 2 പ്രാവശ്യം ഇപ്പോൾ ട്രിപ്പ് പോയി വരാമായിരുന്നു എന്ന് യഹൂദ അപ്പനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ അപ്പന ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറേ സുഗന്ധപശ, കുറേ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി, ഇങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കൾ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിൻ. അങ്ങനെയാണെങ്കിൽ യാക്കോബ് പറയാം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ പോകരുത്. അന്ന് പോയപ്പോൾ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ കാശ് കൂടെ ചാക്കിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇനി ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ അതേ ആളുകൾ തന്നെയാണോ അവിടെ സെർവ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങാലും അവിടെ കണക്ക് നോക്കി വല്ല പ്രശ്നം ഉണ്ടായാൽ എന്തെങ്കിലും വിപത്ത് വരാം. അന്യനാടാണ്, ആരുമില്ല നമുക്കവിടെ. ഒരു പണിയെ അവിടെയുള്ള ഈ ഭരണാധിപന് വളരെ വിലപിടിച്ച കുറേ സാധനങ്ങളുമായിട്ട് നിങ്ങൾ പോകുക. അതായത് ഈ ദേശത്തുള്ള, ഈ നാട്ടിലെ കുറേയധികം നല്ല സാധനങ്ങളുമായിട്ട് നിങ്ങളങ്ങ് ചെല്ല് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, പുട്സ് സം ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് ദ ലാൻഡ്.
നാട്ടിലെ ഏറ്റവും നല്ല, ഒരുപക്ഷെ അവിടെ കിട്ടാത്ത ഏറ്റവും നല്ല പ്രോഡക്ട്സ് അത് ബാഗിൽ നിറയ്ക്കുക. ടേക്ക് ദം ഡൗൺ ടു ദ മാൻ ആസ് എ ഗിഫ്റ്റ്. എ ലിറ്റിൽ ബാം ആൻഡ് എ ലിറ്റിൽ ഹണി, പിന്നെ മേൾ, പിസ്റ്റാഷ്യോ നട്ട്സ്, ആൽമണ്ട്സ്, ഇതെല്ലാമായിട്ട് നിങ്ങളങ്ങ് പോകും. കാരണം ഇങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ ഒരു തിരുമുൽ കാഴ്ച വെച്ചാൽ വലിയ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രീതിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകും. ഓക്കെ, അവിടെയും തീർന്നില്ല. മാത്രമല്ല, ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. പറയുന്ന ഇതാണ്, നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പോയതിൻ്റെ ഇരട്ടി പൈസ കൊണ്ടുപോകും. അത് കൂടാതെ തിരിച്ചു കൊണ്ടുവന്ന ആ പൈസ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, കൈമറിച്ചിൽ നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ കൈകാര്യം ചെയ്യുന്ന പലരും ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നൊരു അബദ്ധമാകാം. അവരിങ്ങനെ പെട്ടെന്ന് തിരക്കല്ലേ, വേഗത്തിൽ ധാന്യമൊക്കെ നിറച്ചിടുന്ന കൂട്ടത്തിൽ ഈ പൈസ അതിൽ പെട്ടുപോയതാകാം. ഇറ്റ് ക്യാൻ ബി എ മിസ്റ്റേക്ക്. അപ്പോൾ അതും അങ്ങ് കൊടുത്തേക്ക്. അപ്പോൾ ഇരട്ടിപ്പണം കൂടാതെ നേരത്തെ കൊണ്ടുപോയ പണം കൂടാതെ ഒത്തിരി ഹണി, ആൽമണ്ട്സ്, പിസ്റ്റാഷ്യോ തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് ഒരു നല്ല സന്നാഹത്തോടെ പ്രിപ്പയർഡായിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഈ സ്റ്റോറി ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നെങ്കിലും ഇതിനിടയിൽ ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ അകത്ത് ചിന്തിക്കണം. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അപ്പോൾ ഇത്രയും പ്രീക്കോഷൻസോടുകൂടി, പ്രിപ്പറേഷൻസോടുകൂടിയൊക്കെ പോവുക. പക്ഷേ അവിടെ ചെന്ന് ശിമോനെയും ബെന്യാമീനെയും എല്ലാവരെയും കൂട്ടി സന്തോഷത്തോടെ നിങ്ങൾ മടങ്ങി വരണം. സർവശക്തിയുള്ള ദൈവം അതിനുള്ള കൃപ ആ മനുഷ്യന് നൽകട്ടെ. അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ട് മിസ്രയീമിൽ ചെന്നു യോസഫിൻ്റെ മുമ്പിൽ നിന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം. ഒന്നാം പ്രാവശ്യം വന്നു, ധാന്യം കൊണ്ടുപോയി. അന്നത്തെ ഡ്രമാറ്റിക് ഇതൊക്കെ അറിയാം. അതിനേക്കാൾ ഡ്രമാറ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാം, അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ തൻ്റെ ബ്രദറിനെ, ഇളയ സഹോദരനെ ബെന്യാമീനെ റെക്കഗ്നൈസ് ചെയ്തു. ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ തൻ്റെ സ്റ്റിവാർഡ് മാനേജറോട് പറഞ്ഞു, ഇവരെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എൻ്റെ വീട്ടിലാണ് കൊണ്ടുവരേണ്ടത് എല്ലാവരെയും. അതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. യോസഫിൻ്റെ വീടെന്നൊക്കെ പറയുന്നത് വലിയൊരു കൊട്ടാരമല്ലേ. ഇവർക്ക് വല്ലാത്തൊരു ഭയമുണ്ടായി. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവരുന്നിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. എബ്രായ ഭാഷയിൽ അവർ സംസാരിക്കുന്നത്, പക്ഷേ യോസഫിന് മനസ്സിലാവും. ഇവരുടെ സംസാരം ഇതാണ്: ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ കാശ് തിരിച്ച് നമ്മുടെ കയ്യിലായിപ്പോയി. അപ്പോൾ മിക്കവാറും നമ്മുടെ കഴുതകളെയും അവർ പിടിച്ചെടുക്കും. നമ്മളെല്ലാം ഇവിടെ സ്ലേവ്സ് ആക്കി, കണ്ടോ, അടിമകളാക്കി ഇവിടെ മാറ്റാൻ പോവുക. അവരുടെ ഗസ് വർക്ക് അങ്ങനെയാണ്. നല്ലതൊന്നും ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലുള്ള പാനിക്കിങ് സിറ്റുവേഷനാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഇവിടെ അല്ലാതെ വേറൊരു ഭാഗത്തും നന്മയില്ല, ധാന്യമില്ല. വരാതിരുന്നാൽ പട്ടിണി കിടന്ന് ചാകും. വന്നു കഴിഞ്ഞാൽ അവരെ ചാരന്മാരായി കാണുന്നു. ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഇളയ സഹോദരനും എല്ലാവരും ഇവിടെ വന്നു. ഇപ്പോൾ 11 പേരും ഇപ്പോൾ ഈജിപ്തിലുണ്ട്. അപ്പോൾ ഇവരെ
യോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ തൊട്ട് അസിസ്റ്റൻ്റായി നിൽക്കുന്ന സ്റ്റിവാർഡ് അല്ലെങ്കിൽ മാനേജറാണ്. അവർ യോസഫിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. ഇവരൊക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, നമുക്കങ്ങ് പ്ലീഡ് ചെയ്യാം, എത്രത്തോളം താഴാമോ അത്രത്തോളം താണ് നമുക്കങ്ങ് അപേക്ഷിച്ച് സംസാരിക്കാം. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു, ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളോട് വന്നിട്ടുണ്ട്. ആരോടാ പറഞ്ഞു? യോസഫിനോടല്ല, യോസഫിൻ്റെ അസിസ്റ്റൻറ്റിനോട് വീട്ടുവാതിക്കൽ വെച്ച് പറയുകയാണ് കയറുന്നതിന് മുമ്പ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് വന്നതാണ്. ഞങ്ങൾ വഴിയമ്പലത്തിൽ വന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തൻ്റെ ദ്രവ്യം മുഴുവൻ അവനവൻ്റെ ചാക്കിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് കൺഫ്യൂസ് ചെയ്യുകയാണ്. ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് പറയുകയാണ്, എന്തോ ഒരു അബദ്ധം പറ്റി, അത് ഇവിടെ നിന്ന് വന്ന മിസ്റ്റേക്ക് ആകാം, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ആ കാശ് ഞങ്ങളുടെ കയ്യിലായിപ്പോയി, അത് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്രാവശ്യത്തേക്ക് വേണ്ടിയുള്ള കാശും കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കൊണ്ടുവന്ന കാശ് ഈ ചാക്കിൽ തന്നെ ആരോ വെച്ചു. അതിനവൻ എന്ന് പറഞ്ഞ സ്റ്റുവാർഡ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ്റെ ദൈവം. ദൈവത്തിലേക്ക് വരുന്നത് കൊണ്ടുമല്ല, കോൺവെർസേഷൻസ് എല്ലാം ദൈവത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിലും നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ, ആയുസ്സിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ കൂടുതൽ 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 ദൈവത്തോട് അടുക്കുകയും നമ്മുടെ വൊക്കാബുലറിയിൽ ഡെയിലി കോൺവെർസേഷനിൽ ദൈവം കൂടുതൽ വരുന്ന, കാരണം ദൈവത്തോട് ചേർന്ന് വർഷങ്ങൾ നടന്നു കഴിയുമ്പോൾ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പാഠമൊക്കെ പഠിച്ചു വരുമ്പോൾ, ചെറുപ്പകാലത്ത് എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ആരും എന്നെ സഹായിക്കണ്ട, ഐ ആം സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് പോകും. പക്ഷേ പ്രായം കഴിയുന്തോറും മനസ്സിലാകും, ഓടിയാൽ ഇത്രയൊക്കെ ഓടും, നേടിയാൽ ഇത്രയൊക്കെ നേടൂ, ദൈവത്തെ കൂടാതെ ഒന്നും നേടിയിട്ട് കാര്യവുമില്ല എന്നൊക്കെ മനസ്സിലൊരു പക്വത വന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ശിമോനെയും അവരുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ യോസഫിൻ്റെ വീടിനകത്തു കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസഫ് വരുമ്പോഴേക്കും അവർ കാഴ്ച ഒരുക്കി വെച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒരുമിച്ച് ലഞ്ച് എന്നവർ കേട്ടു. അപ്പോൾ യോസഫ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് തേൻ, അല്ലേ, സുഗന്ധപ്പശ, അവിടെ നിന്ന് ആൽമണ്ട്സ്, പിസ്റ്റാഷ്യ തുടങ്ങി സൂപ്പർ സാധനങ്ങളുടെ ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം അവർ റെഡിയാക്കി, പൊതിക്കെട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചു. യോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. വാവ്! 26-ാമത്തെ വചനം. Okay, when Joseph came home, they presented to him the gifts they had brought into the house, and they bowed down before him to the ground. ഞാൻ എൻ്റെ ബൈബിളിൽ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം വീണു, നമസ്കരിച്ചു, സാഷ്ടാംഗം വീണു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാനിത് ഹൈലൈറ്റ് ചെയ്തേക്കോ. എന്തിനെന്നറിയാമോ? ദാറ്റ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഡ്രീം. അപ്പോൾ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നറിയാമോ? അപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ മനസ്സിലായോ? നമ്മുടെ സമയം ഒന്ന് തീരുകയാണ്. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല, നാളെ ഞാൻ തുടരും. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സ്വപ്നം, ദർശനം വൈകിയാലും അത് വരും. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നൽകുന്ന സ്വപ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിറവേറണമെന്നില്ല. കാരണം അതുപോലൊരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി നമുക്കില്ല. ദൈവം സിംബോളിക്കായി ചില കാര്യങ്ങളെ കാണിച്ച് സംസാരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കും.
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ആകണമെന്നില്ല ഇത് നിറവേറാൻ പോകുന്നത്. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളുടെ മേലൊരു കൃപ ഞാൻ പകരുകയാണ്. ഓരോരുത്തർക്കുള്ള സ്വപ്നങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നിറവേറേണ്ടതിനായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഷോൾഡർ പെയിൻ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല്ലുകളിൽ സൗഖ്യം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളിൽ സൗഖ്യം നടക്കട്ടെ. ശരീരത്തിൽ സ്കിന്നിൽ സൗഖ്യം നടക്കട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സൗഖ്യങ്ങൾ നടക്കട്ടെ. വയറിനകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ സ്ക്രീനിലെ നമ്പർ വിളിക്കാം. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് കൊടുക്കണേ. ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹമാകും. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കുള്ള കമൻറ്റുകൾ ടൈപ്പ് ചെയ്തിടാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.